ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജുമേറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 3ാം ക്ലാസ്സിലെ കുട്ടികളുടെ പരിസര പഠനമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. 3ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് STD3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇനി പ്രവർത്തനം 1 നോക്കൂ മക്കളെ. 1-ൽ 1A 1B എന്നിങ്ങനെ 2 എണ്ണമുണ്ട്. 1-ന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. പ്രവർത്തനം 1A നോക്കൂ. സുരക്ഷിത യാത്ര. നമുക്ക് അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. ഒരു സ്കൂൾ ബസ്സാണ്. ഒരു കുട്ടി ഡോറിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. വേറെ കുറച്ച് കുട്ടികൾ റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്നുണ്ട്. വേറൊരു കുട്ടി നോക്കൂ, ബസ്സിൽ നിന്ന് തലയും കൈയൊക്കെ പുറത്തേക്ക് ഇട്ട് നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളായിരിക്കും നമുക്ക് ചെയ്യാനുള്ളത്. നമുക്ക് നോക്കാമല്ലോ. 1ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ചിത്രം നിരീക്ഷിക്കൂ. ഇവിടെ കുട്ടികൾ ഏത് റോഡ് നിയമമാണ് തെറ്റിച്ചത്? ഈ നിയമം പാലിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? അപ്പോൾ ഏത് റോഡിൻ്റെ നിയമമാണ് മക്കളെ തെറ്റിച്ചത്? വാഹനം ഓടുന്ന വാഹനത്തിൽ നിന്ന് കൈയും തലയും പുറത്തിടരുത് അല്ലേ. ആ നിയമമാണ് തെറ്റിച്ചത്. ഈ നിയമം പാലിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? യെസ്, ഓടുന്ന വാഹനത്തിൽ നിന്ന് കൈയും തലയും പുറത്തിടുന്നത് അപകടത്തിന് കാരണമാകും. ഇനി 2ാമത്തെ ചോദ്യം നോക്കൂ. നാം പാലിക്കേണ്ട മറ്റൊരു റോഡ് നിയമം എഴുതുക. എന്താണ്? ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഹെൽമറ്റ് ധരിക്കുക. പിന്നെ എന്താ എഴുതാം? സീബ്ര ലൈനിലൂടെ മാത്രം റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുക അല്ലേ. ഇനി അതിൽ സി ക്വസ്റ്റ്യൻ നോക്കൂ. ചുവടെ നൽകിയിരിക്കുന്ന ട്രാഫിക് അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നു? നമുക്ക് അവിടെ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു ത്രികോണത്തിൽ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. എന്തിൻ്റെ ചിത്രമാണത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. എ, കുട്ടികൾ ഓടാൻ പാടില്ല. ബി, ഇവിടെ ക്രോസ് ചെയ്യാവുന്നതാണ്. സി, അടുത്ത് സ്കൂളുണ്ട്. ഡി, ക്യൂ പാലിക്കേണ്ടതാണ്. ഇതിലെ 1, 2, 3, 4 എന്ന് പറഞ്ഞ് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്നെന്താണ്? എയും ബിയും ശരിയാണ്. 2 സി ശരിയാണ്. 3 ബിയും ഡിയും ശരിയാണ്. 4 ഡി ശരിയാണ്. ഇപ്പം ഏതാണ് മക്കളെ കറക്റ്റായിട്ടുള്ള ഉത്തരം? സി ആണല്ലേ. അടുത്ത് സ്കൂളുണ്ട്. സ്കൂളിനെയാണ് ഈ ട്രാഫിക് അടയാളം സൂചിപ്പിക്കുന്നത്. അപ്പോൾ 2ാമത്തേതാണ് ശരി കേട്ടോ. 2 സി ശരിയാണ്. ഓക്കെ. ഇനി അതിൽ തന്നെയുള്ള ഡി നോക്കൂ. പ്രസ്താവനയും കാരണവും തന്നിട്ടുണ്ട് കേട്ടോ. പ്രസ്താവന എന്താണ്? കാൽനട യാത്രക്കാർ റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കണം. കാരണം എതിരെ വരുന്ന വാഹനങ്ങൾ കാണുന്നതിന് ഇത് സഹായകമാകുന്നു. ഇനി നോക്കൂ, താഴെ നമുക്ക് ഒരുപാട് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരി? അതിന് നേരെ ടിക്ക് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. എ, പ്രസ്താവന ശരിയാണ്. ബി, കാരണം ശരിയാണ്. സി, പ്രസ്താവനയും കാരണവും ശരിയല്ല. ഡി, പ്രസ്താവനയും കാരണവും ശരിയാണ്. ഇതിലേതാണ് മക്കളെ കറക്റ്റായത്? യെസ്, ഡി ആണല്ലേ. പ്രസ്താവനയും കാരണവും ശരിയാണ്. കാൽനട യാത്രക്കാർ വലതുവശം ചേർന്നാണ് നടക്കേണ്ടത്. കാരണം വാഹനങ്ങൾ കാണാൻ സഹായിക്കും അല്ലേ. ഇനി അതിലെ പ്രവർത്തനം 1 ബി നോക്കൂ. പ്രഥമ ശുശ്രൂഷ. അതിലെ എ ക്വസ്റ്റ്യൻ. പ്രഥമ ശുശ്രൂഷയെക്കുറിച്ചുള്ള പുസ്തകത്തിലെ ചില സന്ദർഭങ്ങൾ വായിക്കുകയാണ് കൂട്ടുകാർ. ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷയുടെ വരികൾ വിട്ടുപോയിട്ടുണ്ട്. വിട്ടുപോയ ഭാഗം എഴുതി ചേർക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. നമുക്ക് അതിന് താഴെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. 1ാമത്തെ ചിത്രം. ചതവ് പറ്റിയ ഭാഗത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ചതവ് പറ്റിയ ഭാഗത്ത് പച്ചവെള്ളം ഒഴിക്കുകയോ ഐസ് പാക്ക് വെക്കുകയോ ചെയ്യുക. ഇത് വീക്കവും വേദനയും കുറക്കാൻ സഹായിക്കും. ഇനി 2ാമത്തെ ചിത്രം നോക്കൂ. അസ്ഥിക്ക് പൊട്ടലുണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത്? അസ്ഥിക്ക് പൊട്ടലുണ്ടായാൽ സ്കെയിലോ ഉറപ്പുള്ള കമ്പുകളോ വടിയോ ഉപയോഗിച്ച് പരിക്കേറ്റ ഭാഗം സപ്പോർട്ട് ചെയ്ത് അനങ്ങാത്ത രീതിയിൽ കെട്ടിവെക്കുക. എത്രയും വേഗം ഡോക്ടറെ കാണിക്കുകയോ ആശുപത്രിയിൽ എത്തിക്കുകയോ ചെയ്യുക. അസ്ഥിക്ക് പൊട്ടലുണ്ടായി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു സ്കെയിൽ ഉപയോഗിച്ച് അത് നല്ല രീതിയിൽ തന്നെ കെട്ടിക്കൊടുക്കണം. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക കേട്ടോ. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. എന്താണ് ബി ക്വസ്റ്റ്യൻ? പ്രഥമ ശുശ്രൂഷ പെട്ടിയിൽ ഉൾപ്പെടാത്ത വസ്തുക്കളെ വട്ടത്തിലാക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് എയ്ഡ് ബോക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ അതിൽ ഏതെല്ലാമാണ് മക്കളെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഇല്ലാത്തത്? പിന്ന്, പഞ്ഞി, ഈർക്കിൾ, സ്കെയിൽ, ചവണ, സോപ്പ്, മണൽ, നോട്ട്ബുക്ക്, കത്രിക, പെൻസിൽ. ഇത്രയും കാര്യങ്ങളുണ്ടല്ലേ. അപ്പോൾ ഇതിലേതാ മക്കളെ ഇല്ലാത്തത്? പെൻസിൽ ഉണ്ടാവില്ല. ഈർക്കിൾ, സ്കെയിൽ, മണൽ, നോട്ട്ബുക്ക് ഇതൊന്നും ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉണ്ടാവില്ല അല്ലേ. ഇനി അതിലെ സി ക്വസ്റ്റ്യൻ നോക്കൂ. ശരിയായതിനു നേരെ ടിക്ക് ചെയ്യുക. എ, പൊള്ളലേറ്റ ഭാഗത്ത് ടൂത്ത് പേസ്റ്റ്, തേന് തുടങ്ങിയവ പുരട്ടണം. പുരട്ടാൻ പാടുണ്ടോ? ഇല്ലല്ലേ. ബി, പൊടി വീണാൽ കണ്ണ് തിരുമ്മണം. തിരുമ്മാവോ? ഇല്ല, തിരുമ്മാൻ പാടില്ല. സി, ചെവിക്കുള്ളിലേക്ക് വസ്തുക്കൾ കയറ്റരുത്. ചെവിക്കുള്ളിലേക്ക് നമ്മൾ ഒരിക്കലും വസ്തുക്കൾ കയറ്റരുത്. അത് ശരിയാണ്. ഡി, തലയിടിച്ച് മുഴച്ചാൽ അമർത്തി തിരുമ്മണം.
അമർത്തി തിരുമ്മാനൊന്നും പാടില്ല അല്ലേ. അപ്പം ഏത് മാത്രമാണ് ഇതിൽ ശരിയായത്? സി മാത്രമാണ്. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 2, അടുക്കളത്തോട്ടം. ക്വസ്റ്റ്യൻ നോക്കൂ. അടുക്കളത്തോട്ടത്തിലെ പച്ചക്കറികളെ തരംതിരിച്ച് ഉചിതമായ ഉദാഹരണങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന കോളങ്ങളിൽ എഴുതി ചേർക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇലകൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നവ. ഉപയോഗിക്കുന്നവയിൽ ഏതെല്ലാമാണ്? ചീരയില, മുരിങ്ങയില, മത്തനില എല്ലാം നമ്മൾ ഇലകളായിട്ട് ഭക്ഷണങ്ങളായിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലേ. രണ്ടാമത്തത് വേവിച്ചും വേവിക്കാതെയും കഴിക്കാവുന്നവ. അതേതൊക്കെയാണ്? ഉള്ളി, ക്യാരറ്റ്, തക്കാളി ഇതെല്ലാം നമ്മൾ പച്ചയ്ക്കും വേവിച്ചും കഴിക്കാറുണ്ട്. പൂക്കൾ ഭക്ഷണമായി ഉപയോഗിക്കുന്നവ ഏതെല്ലാമാണ്? കോളിഫ്ലവർ, അതുപോലെ വാഴയുടെ പൂവും നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അടുത്തത് പഴമായും പച്ചക്കറിയായും ഉപയോഗിക്കുന്നവ ഏതെല്ലാമാണ്? തക്കാളിയും അതുപോലെ പഴവും നമ്മൾ പച്ചക്കറിയായും പഴമായിട്ടും ഉപയോഗിക്കാറുണ്ട് അല്ലേ. ഇനി അടുത്ത് നോക്കൂ. അതിലെ ബി, ശരിയായ ജോഡി കണ്ടെത്തി എഴുതുക. അവിടെ 2 കോളത്തിൽ പല പല സാധനങ്ങളുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ജോഡി മാച്ച് ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. മണ്ണ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? കൃഷിക്കാണല്ലേ. കുളം എന്താണ്? ജലസ്രോതസ്സാണ്. ഡ്രൈ ഡേ എന്തിനു വേണ്ടിയാണ് ആചരിക്കുന്നത്? കൊതുക് നിവാരണത്തിനാണ്. കുളി ഒരു വ്യക്തി ശുചിത്വം ആണല്ലേ. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 3A, നമ്മുടെ നാട് കേരളം. കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങളുടെ പേര് ഇന്ത്യയുടെ ഭൂപടത്തിൽ എഴുതി ചേർക്കുക എന്നാണ് പറയുന്നത് അല്ലേ. നമുക്ക് അവിടെ ഒരു ഭൂപടം തന്നിട്ടുണ്ട്. കേരളം കണ്ടല്ലോ മക്കള്. കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? തമിഴ്നാട്, കർണാടക. ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ നോക്കൂ. കേരളത്തോട് ചേർന്ന് കിടക്കുന്ന സമുദ്രത്തിന്റെ പേര് എഴുതാമോ? ഏതായിരുന്നു? അറബിക്കടലാണല്ലേ. ഇനി അതിൽ സി ക്വസ്റ്റ്യൻ നോക്കൂ. കേരളത്തിലെ ജില്ലകളെ തരംതിരിച്ച് പട്ടികപ്പെടുത്തുക. എന്തൊക്കെയാണ് പട്ടികയിലുള്ളത് നോക്കൂ. കടൽ തീരമുള്ള ജില്ലകൾ, കടൽ തീരമില്ലാത്ത ജില്ലകൾ. ഏതെങ്കിലും 3 വീതം എഴുതാനാണ് നിങ്ങളോട് പറയുന്നത്. കടൽ തീരമുള്ള ജില്ലകൾ കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം ഇതെല്ലാം കടൽ തീരമുള്ള ജില്ലകളാണല്ലേ. കടൽ തീരമില്ലാത്ത ജില്ലകളോ? വയനാട്, ഇടുക്കി, പാലക്കാട് ഇതെല്ലാം കടൽ തീരമില്ലാത്ത ജില്ലകൾക്ക് ഉദാഹരണമാണ് കേട്ടോ. ഇനി അതിലെ പ്രവർത്തനം 3B നോക്കൂ. ആകാശ കാഴ്ചകൾ. ആകാശത്തുള്ള ഏതെല്ലാം ഗോളങ്ങളെ നിങ്ങൾക്കറിയാം? ഏതെല്ലാം ഗോളങ്ങൾ അറിയാം? സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, അതുപോലെ നക്ഷത്രങ്ങളെല്ലാം എന്താണ്? ആകാശഗോളങ്ങളാണല്ലേ. വലുപ്പത്തിനനുസരിച്ച് പേരെഴുതി ചിത്രീകരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതാണ് മക്കളെ ഏറ്റവും വലുത്? സൂര്യനാണ്. പിന്നെ ഭൂമിയാണ്. ഏറ്റവും ചെറുത് ഏതാണ്? ചന്ദ്രനാണല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ബി ക്വസ്റ്റ്യൻ. ശരിയായവയ്ക്ക് നേരെ ടിക്ക് മാർക്കും തെറ്റായവയ്ക്ക് നേരെ തെറ്റ് മാർക്കും നൽകുക എന്നാണ് പറയുന്നത് കേട്ടോ. ശരിക്ക് നേരെ ശരിയും തെറ്റിന് നേരെ തെറ്റും. സൂര്യൻ ഒരു നക്ഷത്രമാണ്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് സൂര്യൻ. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. സൂര്യനെ അപേക്ഷിച്ച് ചന്ദ്രൻ ഭൂമിയിൽ നിന്നും വളരെ അകലെയാണ്. ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. സൂര്യൻ ഭൂമിയെ അപേക്ഷിച്ച് ചെറുതാണ്. ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. ആദ്യത്തെ 2 ശരിയും അവസാനത്തെ 2 തെറ്റുമാണ് കേട്ടോ. ഇനി സി നോക്കൂ. പ്രസ്താവന 1, ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ സാധിക്കും. പ്രസ്താവന 2, ചന്ദ്രന്റെ തിളക്കത്തിനും രാത്രിയിലെ നിലാവിനും കാരണം സൂര്യന്റെ പ്രകാശമാണ്. ഇതിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് മക്കളെ ശരി എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. എ, പ്രസ്താവന 1 മാത്രം ശരി. ബി, പ്രസ്താവന 2 മാത്രം ശരി. സി, പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. ഡി, പ്രസ്താവന 1ഉം 2ഉം ശരിയല്ല. ഏതാണ് മക്കളെ ഇതിൽ കറക്റ്റ് ഉത്തരം? ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ കഴിയുമോ? ഇല്ലല്ലേ. ചന്ദ്രൻ എന്തുകൊണ്ടാണ് പ്രകാശിക്കുന്നത്? സൂര്യന്റെ പ്രകാശം കാരണമാണ്. പ്രസ്താവന 2 മാത്രമാണ് അപ്പോൾ ശരിയായത്. ബി, പ്രസ്താവന 2 മാത്രം ശരി. ഓക്കെ. ഇനി 4ാമത്തെ പ്രവർത്തനം നോക്കൂ. പൊതുസ്ഥാപനങ്ങളും സേവനങ്ങളും. നമുക്കവിടെ കുറച്ച് പൊതുസ്ഥാപനങ്ങളുടെ ചിത്രം തന്നിട്ടുണ്ടല്ലേ. ഏതെല്ലാമാണ്? സ്കൂൾ, പഞ്ചായത്ത് ഓഫീസ്, പോസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ. ഇനി അതിന് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ട്. നമ്മുടെ നാട്ടിലെ പൊതുസ്ഥാപനങ്ങളുടെയും അവ നൽകുന്ന സേവനങ്ങളുടെയും പട്ടിക ഉചിതമായി പൂർത്തിയാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പൊതുസ്ഥാപനങ്ങൾ, സേവനങ്ങൾ. ബാങ്ക് എന്താണ്? പണമിടപാടുകൾ. സ്കൂൾ എന്താ മക്കളെ നമുക്ക് തരുന്നത്? വിദ്യാഭ്യാസമാണല്ലേ. ക്രമസമാധാനം നിലനിർത്തുന്നത് ഇതിൽ ഏത് പൊതുസ്ഥാപനമാണ്? പഞ്ചായത്ത് ഓഫീസാണോ, പോലീസ് സ്റ്റേഷനാണോ, സ്കൂളാണോ, പോസ്റ്റ് ഓഫീസാണോ? പോലീസ് സ്റ്റേഷനാണല്ലേ. ഇനി അവസാനമായിട്ടുള്ളത് പഞ്ചായത്ത് ഓഫീസ്. പഞ്ചായത്ത് ഓഫീസിന്റെ ധർമ്മം എന്താണ്? സേവനങ്ങൾ എന്താണ്?
ഒരു പ്രദേശത്തിൻ്റെ ഭരണം നടപ്പിലാക്കുന്നതിനെയാണ് പഞ്ചായത്ത് ഓഫീസ് അല്ലേ. നമുക്ക് ജനന മരണ സർട്ടിഫിക്കറ്റുകൾ, കാര്യങ്ങൾ, അതുപോലെ എന്തെങ്കിലും സഹായങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, അതെല്ലാമാണ് പഞ്ചായത്ത് ഓഫീസ് എന്താ പറയുക നമുക്ക് നൽകുന്ന സേവനങ്ങൾ അല്ലേ. അപ്പോൾ പ്രാദേശിക ഭരണം എന്ന് എഴുതാട്ടോ. ഇനി നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ. വീട് നിർമ്മിക്കുമ്പോൾ ഉറപ്പുവരുത്തേണ്ട സവിശേഷതകൾ ഏതെല്ലാമാണ്? എ. കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാവണം. ബി. സുരക്ഷിതമായിരിക്കണം. കോൺക്രീറ്റ് ചെയ്ത വീടായിരിക്കണം. വൈദ്യുത അലങ്കാര ബൾബുകൾ എല്ലാ മുറികളിലും വേണം. ഇതിലേതൊക്കെയാണ് മക്കളെ നിർബന്ധമായിട്ട് നമുക്ക് വേണ്ടത്, ഉറപ്പുവരുത്തേണ്ടത്? 1, 2, 3, 4 എന്ന് പറഞ്ഞ കുറച്ച് ഓപ്ഷൻസ് ആളുണ്ട്. എയും സിയും ശരിയാണ്, ബി സി ശരിയാണ്, ബി ഡി ശരിയാണ്, എ ബി ശരിയാണ്. ഏതെല്ലാമാണ് ശരി? കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാവണം, അത് ശരിയാണ്. സുരക്ഷിതമായിരിക്കണം അല്ലേ, അതും ശരിയാണ്. സി നോക്കൂ, കോൺക്രീറ്റ് ചെയ്ത വീടായിരിക്കണം, അത് നിർബന്ധമൊന്നുമില്ല അല്ലേ, അങ്ങനെ വേണ്ട. പിന്നെയോ ഡി, വൈദ്യുത അലങ്കാര ബൾബുകളൊക്കെ വേണം എല്ലാ മുറികളിലും, അത് കുറച്ചും കൂടി എന്താണ്, ആർഭാടമാണ്, അതും നിർബന്ധമില്ല. അപ്പോൾ ഏത് മാത്രമാണ് ശരി? എയും ബിയുമാണ് ശരി കേട്ടോ. അപ്പോൾ 4ാമത്തേതാണ് ശരി. ഇനി അടുത്തത് നോക്കൂ, പ്രവർത്തനം 5, ദേശീയതയും ഭൂപട സാധ്യതകളും. താഴെ നൽകിയിരിക്കുന്നവയിൽ ദേശീയ ചിഹ്നങ്ങൾ തിരിച്ചറിഞ്ഞ് യോജിച്ചതിലേക്ക് ചേർത്ത് വരയ്ക്കുക എന്നാണ് പറയുന്നത്. ദേശീയ മൃഗം ഏതാണ് മക്കളെ? കടുവയാണ്. ദേശീയ വൃക്ഷം അരയാലാണ്. ദേശീയ ചിഹ്നം അശോകസ്തംഭമാണ് അല്ലേ. ദേശീയ പക്ഷി മയിലാണ്. നമുക്ക് അങ്ങനെ യോജിപ്പിക്കാം. പിന്നെ ഇനി നോക്കൂ, അതിൽ തന്നെ ബി, ഭൂപടം നോക്കി നിങ്ങളുടെ ജില്ലയുടെ വിവരങ്ങൾ എഴുതി ചേർക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. എൻ്റെ ജില്ല, മിസ്സിൻ്റെ ജില്ല മലപ്പുറമാണ്, അതുകൊണ്ട് ഞാൻ അവിടെ മലപ്പുറം എന്നാണ് എഴുതുന്നത് കേട്ടോ. അയൽ ജില്ലകൾ കോഴിക്കോട്, വയനാട്, പാലക്കാട്, തൃശ്ശൂർ, ഈ 4 ജില്ലകളാണ് അയൽ ജില്ലകൾ. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൊടികുത്തിമല, അതുപോലെ പൊന്നാനി ജുമാ മസ്ജിദ്. വേറെയും ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും, മക്കൾക്ക് ഇഷ്ടമുള്ളത് എഴുതാട്ടോ. മക്കളുടെ ജില്ലയുടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളാവണം എഴുതേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മക്കൾക്ക് എല്ലാവർക്കും ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്